മോളിൽ കൂടി പറക്കില്ല. പുറത്തുനിന്ന് തന്നെ ടൂറിസ്റ്റുകളെയൊക്കെ ഒരു സീ പ്ലെയിൻ ഉണ്ടാക്കിയിട്ട് കപ്പൽ ചാലയിൽ കൂടി 3 പ്രാവശ്യം പോയി. അത് അപ്പൊ കപ്പലിൽ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കണ്ടേന്ന്. മാരുതി ഒമ്മിനിയുടെ ഇഞ്ചിൻ വെച്ച് ഇന്ന് വരെ ആരും ഫോട്ടോ ഓടിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടി അങ്ങനെ ഓടിക്കാൻ പറ്റുമോ നോക്കിയാണ് ഞാൻ ഓടിച്ചത്. വിജയമായി 10-40 ദിവസം കൊണ്ടാണ് ഞാനിത് പണിതിറക്കിയത്. ഇതൊരു ഡെമോയാണ്. ഇതിനകത്ത് എനിക്കൊരു 4 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട്. പക്ഷെ ഇത് പൊട്ടിത്തെറിക്കില്ല, ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല. നമ്മൾ ഈ വെള്ളത്തിൽ വല്ലതും വല്ല കമ്പോലെ കുറ്റി അങ്ങനെയൊക്കെ അശ്രദ്ധയായിട്ട് പോയാലും മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുള്ളൂ. അല്ലാണ്ട് ഇത് അനങ്ങൂല. ഇത് ഒരു കാരണവശാലും ബോംബൊന്നുമില്ല. ഈ പുഴയിൽ ഓടിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഇല്ല. വേറെ പൊളയണത് നമ്മൾ ഓടിക്കണതിന് കുഴപ്പമാണ്. നമ്മ സ്റ്റീറിങ് നമ്മൊരു ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്തെ എപ്പോഴും കാറ് പാളി പോവില്ലേ? അല്ല, ഞാനൊരു കാർ ഓടിക്കുന്ന കാർ ഓടിക്കണ ഒരു ലക്ഷ്യം. ലോങ് ഒക്കെ എത്ര ദൂരം പോകുന്നത്? ആലപ്പുഴ പുന്നോടക്കായൽ വള്ളംകളിക്ക് പോകാനുള്ള ഒരു പരിപാടി ഞാൻ പ്ലാൻ ഇട്ടേക്കണേണ് ഈ ബോട്ടായിട്ട്. പിന്നെ നമുക്ക് ആലപ്പുഴ കുമരകം അങ്ങാടുള്ള ഇടത്തൊക്കെ പോകാൻ നമുക്ക്. അതിന് നമുക്കൊരു 4 മണിക്കൂർ ഉണ്ടെങ്കിൽ വള്ളംകളി ആലപ്പുഴക്ക് പോവാം. 1 മണിക്കൂർ ഉണ്ടെങ്കിൽ കടമക്കുടി. വള്ളംകളിക്കൊക്കെ പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം? ഇല്ല, നമുക്ക് ഇതിനകത്ത് ടൂറിസ്റ്റുകളെ കയറ്റി പോണതിന് പെർമിഷൻ വേണം. ഇതിപ്പോ ഞാനിത് സ്വന്തം ഉണ്ടാക്കിയേക്കണേ. എന്റെ സ്വന്തം പ്രൈവറ്റ് ആവശ്യത്തിന് ഇത് യൂസ് ചെയ്യണതിന് പെർമിഷന്റെ ആവശ്യമില്ല. എനിക്ക് ലൈസൻസ് മാത്രം മതി. ടൂറിസ്റ്റുകളെ കയറ്റിക്കൊണ്ടുവന്ന് പറയാൻ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാലൊക്കെയാണ് സർക്കാർ നമ്മൾക്ക് പ്രശ്നം വന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് എൻ്റെ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ പോകണേ. ഇനിയിപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബോട്ടുണ്ട്, അതിന് ഓടിക്കണതിനുള്ള ലൈസൻസ് മാത്രം മതി. പിന്നെ ബോട്ടിനും ലൈസൻസ് വേണം. പിന്നെ കടമക്കുടിക്ക് പോകണമെങ്കിലും ഇവിടുന്ന് 1 മണിക്കൂർ, ആലപ്പുഴക്ക് പോകണമെങ്കിൽ ഒരു 4 മണിക്കൂർ ഉണ്ടെങ്കിൽ ആലപ്പുഴ പുന്നോടക്കായലിൽ ഇത് ഓടിച്ചെത്തും. എന്തായാലും ഇതിൽ ഇരിക്കാനും യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു സുഖമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അല്ല, ഇത് എൻ്റെ ഭാവന എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് പ്ലെയിനിൽ പോകാൻ ആഗ്രഹങ്ങളുണ്ട്. അവർക്ക് അതിന് സാമ്പത്തികമില്ല. അന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു യാത്ര ഇപ്പൊ മലേഷ്യ സിംഗപ്പൂരൊക്കെ ആൾക്കാർ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്. പൈസ ഉള്ളവർ പോകുന്നുണ്ട്. പൈസ ഇല്ലാത്തവർക്കും പ്ലെയിനിൽ പോകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അതിന്റെ അടിസ്ഥാനമായിട്ട് ഞാനിത് ഉണ്ടാക്കിയാണ്. പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കയറാം. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ചേട്ടന്റെ വർക്ക് എന്താണ്? എന്റെ വർക്ക് ഡ്രസ് വർക്കാണ്. മറ്റേ കലു സ്റ്റേഡിയം, പാലം, മറ്റേ പവിഴൻ റൈസ്, പൂജ റൈസ്, അങ്ങനെയുള്ള റൂഫ് വർക്കാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ ഞാൻ 13 വയസ്സിൽ ഈ വർക്കിന് ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ ഈ ദ്വീപിൽ താമസിക്കണോണ്ട് ബോട്ട് യാത്ര ചെയ്ത് അങ്ങനെ മനസ്സിൽ ഒരു ഇതുണ്ടായി. നമുക്ക് ഒരു ബോട്ട് ഇറക്കണം. പക്ഷെ ബോട്ട് ഇറക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ബോട്ട് ഇറക്കണമല്ല. എല്ലാവരും ബോട്ട് ഇറക്കുന്നുണ്ട്. ഞാനും ഇഷ്ടംപോലെ ബോട്ടുകൾ പണിക്ക് പോയിട്ടുണ്ട്, ബോട്ടുകൾ പണിതിറക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്നും ഒരു വെറൈറ്റി വേണം, ആൾക്കാരെ ആകർഷിക്കണ ഒരു ഇത് വേണം. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ സീ പ്ലെയിൻ മാതൃകയിൽ ഒരു ബോട്ട് നിർമ്മിച്ചത്. ഇതിന് എനിക്ക് ഭയങ്കരമായ ഒരു സപ്പോർട്ട് എനിക്ക് എല്ലാവരും തന്നായിരുന്നു. ഞാൻ ഇനി തുടർന്ന് ഇതുണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുക. സിപ്ലൈയിൽ നിർമ്മിച്ചൊരു ബോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ബോൾഗാട്ടി മൂന്നാറേക്ക് ഒരു സീ പ്ലെയിൻ വന്നായിരുന്നു. നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഇവിടുന്ന് മൂന്നാറേക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം മത്സ്യത്തൊഴിലാളികൾ ഇതിന് പെർമിഷൻ കൊടുത്തില്ല. അപ്പം ഞാനന്ന് ആ ബോട്ട് ആ സീ പ്ലെയിൻ കാണാൻ വേണ്ടി ബോൾഗാട്ടി പോയായിരുന്നു. അപ്പോൾ എനിക്കൊരു ആശയം തോന്നി, മോളിൽ കൂടി പറക്കില്ല. ടൂറിസ്റ്റുകൾ സാധാരണ പാവപ്പെട്ടവരെ പുറത്തുനിന്ന് തന്നെ ടൂറിസ്റ്റുകളെയൊക്കെ ഒരു സീ പ്ലെയിൻ ഉണ്ടാക്കിയിട്ട് ബോട്ട് മോഡൽ ഉണ്ടാക്കി നമ്മുടെ കടമക്കുടി, ചാത്തിയാത്ത്, പിന്നെ ബോൾഗാട്ടി അവിടെയൊക്കെ ഇങ്ങനെ 1 മണിക്കൂർ കറക്കാമെന്നുള്ളൊരു ആശയം തോന്നി. അങ്ങനെ ഞാനും എൻ്റെ മകനും കൂടി ആലോചിച്ച് ആ സീ പ്ലെയിൻ മോഡൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫൈബറിൻ്റെ 2 ബോയ ഉണ്ടാക്കി. ബോയയിൽ റൗണ്ട് വൈപ്പ്, സ്ക്വയർ ട്യൂബ്, ഫൈബർ, മെറ്റീരിയൽ ഷീറ്റ് വെച്ച് ഞാനൊരു സീ പ്ലെയിൻ ആ സെയിം സീ പ്ലെയിൻ ആകൃതിയിലുള്ള ഇത് ബോഡി ഉണ്ടാക്കി. ശരിക്കും ഇത് എത്ര ദിവസം എടുത്തു ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ഉണ്ടാക്കാനായിട്ട്? എനിക്കൊരു 40 ദിവസത്തോളം എടുക്കേണ്ടി വന്നു. 40 ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ഡ്രസ് വർക്കാണ്. കലു സ്റ്റേഡിയം അതിൻ്റെ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ഇതിനായിട്ട് ഞാൻ ഇരുന്നില്ല. എന്ന് വെച്ചാൽ ഇത് വിജയിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം ഞാനിത് ഒരു ഡെമോ ആയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി നോക്കി ഓടിച്ച് നോക്കുമ്പോഴല്ലേ ഇതിനൊരു വിജയം കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതിനൊരു 10-40 ദിവസം കൊണ്ടാണ് ഞാനിത് പണിതിറക്കിയത്. എന്ന് വെച്ചാൽ സമയം കിട്ടണ സമയം ഞായർ വൈകുന്നേരങ്ങളിലൊക്കെ എൻ്റെ വീട്ടിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പിലിരുന്ന് പണിതിട്ട് ഞാൻ റോട്ടിൽ കൂടി ഹൈഡ്രയിലാണ് ഈ സാധനം കൊണ്ട് ഈ റെയിൽ ക്രോസിൻ്റെ അവിടെ ഇറക്കിയത്. ഇതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെമോയാണ്. ഇതിനകത്ത് എനിക്കൊരു 4 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു
എന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈസൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം കൂടുതൽ പൈസ മുടക്കി ഇതാക്കാൻ. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയി. ഇത് ഞാൻ കഴിഞ്ഞ വർഷം മറ്റേ രാജീവ് സാറ് അങ്ങനെ മന്ത്രിമാരൊക്കെ ഇതിനകത്ത് കയറി അവരെനിക്ക് ലൈസൻസ് തരാമെന്നുള്ളതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭരണം മാറിയല്ല. അപ്പോൾ ഇവിടുത്തെ കേരള പോർട്ടിൻ്റെ അവർ വന്ന് കണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ആ ഫോൾട്ടൊക്കെ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് തന്നു കഴിഞ്ഞാൽ ഇത് ഓടിക്കാനുള്ള ചാത്തിയാത്തേക്ക് ഓടിക്കാനുള്ള മറ്റേ നമ്മുടെ കടമക്കുടി ടൂറിസത്തിന് വേണ്ടി ഇറക്കാനായിട്ട് എനിക്ക് പണിയാനുള്ള ഒരു ഇത് തരാം. ഇത് എത്ര കിലോമീറ്ററൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അല്ല, ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബോൾഗാട്ടിന്ന് ആളെ എടുത്തിട്ട് നേരെ കടമക്കുടിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടൂറിസ്റ്റ് മാത്രമാണോ അല്ലെങ്കിൽ ഡെയിലി സർവീസ് ആണോ? ഇല്ല, ഇത് ടൂറിസ്റ്റുകളുടെ മാത്രം. ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ടൂറിസ്റ്റുകള് ഇപ്പൊ ഇവിടെ നിന്ന് നേരെ കടമക്കുടിക്ക് പോകണമെങ്കിൽ 1 മണിക്കൂർ വേണം, തിരിച്ചു 2 മണിക്കൂർ വേണം. അപ്പം തന്നെ അവർക്ക് ഒരു എൻജോയ്മെൻ്റായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 അടി വെള്ളം മതി. ചെറിയ ചെറിയ തോടുകളിൽ അപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. നമ്മളിപ്പോൾ മറ്റുള്ള ബോട്ടുകൾ കടലിലേക്ക് പോകണം അങ്ങനെയുള്ള, ഇത് ചെറിയ തോടുകളിലൊക്കെ കൂടി പോകാനായിട്ട് അധികം വെള്ളം വേണ്ട. അപ്പം നമ്മൾ കുട്ടനാട് അങ്ങനാടൊക്കെ പോണ പോലെ ഈ നമ്മുടെ വരാപ്പുഴ, മുളകുപാട് അവിടെയൊക്കെ ചെറിയ തോടുകളാണ്. അപ്പോൾ പുറത്തുനിന്ന് വന്നവർക്ക് ഈ തോട്ടിൽ കൂടി പോകണ ഒരു ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കാം. ഇതിന് പ്രത്യേക ലൈസൻസ് വേണ്ട. അല്ല, ഇപ്പം ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്താൻ ചേട്ടൻ എന്താ? ഞാൻ ഇവിടെ എൻ്റെ അപ്പൻ തൊട്ട് ബോട്ട് പണിക്കാരനാണ്. ഞാനെന്ന് പറയട്ടെ, പുള്ളിയുടെ മോനാണ് ഒരു ആശയം പറഞ്ഞു കൊടുത്തത്. ആശയം പറഞ്ഞ് അപ്പൻ അത് സാധിച്ചു കൊടുത്ത്. അതിനു വേണ്ടി വെട്ടാൻ പറ്റിയ ടീമൊന്നും ഇല്ല ഇവിടെ. ഇതേപോലത്തെ ആരും ചെയ്തിട്ടുണ്ടാവില്ല കേരളത്തിൽ. ശരിയല്ലേ? എല്ലാരും പൊക്കത്തൂടി ഫ്ലൈറ്റിൽ കൂടി പോകണം. അച്ഛന്റെ ഒരു മാതൃകയാണോ? ഇത് എൻ്റെ ഇതിപ്പോ അങ്ങനെ ഞാൻ എൻ്റെ മകൻ ഞങ്ങൾ ഇത് പോയി കണ്ടപ്പോൾ മകനൊരാഗ്രഹം പറയും, നമുക്കൊരു ടൂറിസത്തിന് വേണ്ടിയിട്ട്. മകൻ ഗോഡ്സൺ എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അങ്ങനെ ആ പുള്ളിക്കാരന് ഒരു ആശയം പറഞ്ഞ് ഞങ്ങൾ ഇത് 2018 സീപ്ലെയിൻ ഇറക്കിയായിരുന്നു. അത് ഒമിനിയുടെ എഞ്ചിൻ വെച്ചും സ്കോർപിയോൻ്റെ എഞ്ചിൻ വെച്ചും ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു എഞ്ചിൻ കയറ്റിയത് കാരണം നമ്മൾ മാരുതി ഒമിനിയുടെ എഞ്ചിൻ വെച്ച് ഇന്ന് വരെ ആരും ബോട്ട് ഓടിച്ചിട്ടില്ല. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടി അങ്ങനെ ഓടിക്കാൻ പറ്റുമോ നോക്കിയാണ് ഞാൻ ഓടിച്ചത്. വിജയമായി. പക്ഷേ അത് നമ്മൾക്ക് സർക്കാർക്ക് അംഗീകരിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ ബോട്ടിന് കയറ്റണം, ബോട്ടിന് മറൈൻ എഞ്ചിൻ. അപ്പോൾ ഇതിലിരിക്കുന്ന എഞ്ചിൻ ഔട്ട് ബോർഡ് എഞ്ചിനാണ്, കടലിൽ പോണ എഞ്ചിനാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ടൂറിസ്റ്റ് ബോട്ടുകളൊക്കെ ഓടിക്കണം. ഇത് 9.9 കടലിൽ പോണ എഞ്ചിനാണ്. ഇത് സർക്കാർ അംഗീകാരമുള്ള എഞ്ചിനാണ്. പിന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്തേക്കണ ബോയ് ആണെങ്കിൽ സർക്കാർ അംഗീകാരം ഫൈബർ ബോഡിയാണ്. പിന്നെ മുകളിൽ വെച്ചേക്കണ മെറ്റിലും ഇത് വെച്ച് പണിത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ പണിതെന്ന് പറഞ്ഞാൽ ACP ഷീറ്റ് വെച്ചിട്ടാണ്. ഇത് സർക്കാർ അംഗീകാരം. അപ്പോൾ എനിക്കിത് ലൈസൻസിന് പോകണം. അപ്പോൾ ഇതിന് ലൈസൻസിന് പോണ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ലൈസൻസ് എടുത്തിട്ട് ഞാൻ ഇത് ടൂറിസത്തിന് ഇറക്കാനും പിന്നെ എനിക്ക് ആരെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കണം. എന്തായാലും ഇത് കടലിലെ അടുത്തേക്ക് അങ്ങോട്ടൊക്കെ ഞാൻ ഈ പോർട്ട് കൊച്ചിക്ക് പോയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ സ്പീഡ് ബോട്ട് വലിയ കപ്പലൊക്കെ വരുമ്പോൾ അതിന്റെ അടുത്ത് കൂടി പോയിട്ടുണ്ടോ? ആ കപ്പൽചാലി ഞാൻ കപ്പൽചാലി കൂടി 3 പ്രാവശ്യം പോയി. അത് അപ്പൊ കപ്പലിൽ ഇരുന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കണ്ടേന്ന്. എന്ന് വെച്ചാൽ അവര് വിചാരിക്കണത് വെള്ളത്തിൽ നിന്ന് ഒരു പ്ലെയിൻ മോളിൽ നിന്ന് പറന്ന് വെള്ളത്തിൽ കൂടി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും വല്ലാർപാടം, ഫോർട്ട് കൊച്ചിക്കൊക്കെ ഞാൻ ഇത് ഓടിച്ച് പോകാറുണ്ട്. ഇതിനെന്താ പ്രത്യേകത? ഓളങ്ങളും കാറ്റും ഇതിനൊന്നും പ്രശ്നം. ഡബിൾ അള്ളാണ്. ഒരു കാരണവശാലും കാറ്റെടുത്ത് മറിയുകയോ അങ്ങനെയുള്ള ഒരു ഇതില്ല. ഇത് പിന്നെ ഫുള്ള് ഡമ്മിയാണ്, എയറാണിത്. ഇത് പിന്നെ ലൈസൻസ് കിട്ടിയാൽ ഇനിയും കൂടി പണിയാൻ ലൈസൻസ് കിട്ടിയാൽ ഞാൻ അടുത്തത് ഒരു 15 പേർക്ക് കയറണ പണിയാനായി ചോദിക്കാൻ പറ്റുമോ? ഇതിലിപ്പോ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഇതിലിപ്പോ 8 പേർക്ക് ഇരിക്കാം. 4 പേരുടെ കപ്പാസിറ്റി, 8 പേർക്ക് ഇതിനകത്ത് എല്ലാ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം 8 പേർക്ക് ഫുൾ സേഫ്റ്റിയിൽ 8 പേർക്ക് ഇതിനകത്ത് 10-20 പേര് കയറിയാൽ ഇത് എയറാണ്. ഒരു കാരണവശാലും ഈ പൊട്ടിത്തെറിക്കണം. പക്ഷെ ഇത് പൊട്ടിത്തെറിക്കില്ല, ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല. നമ്മൾ ഈ വെള്ളത്തിൽ വല്ല കമ്പോലെ കുറ്റി അങ്ങനെയൊക്കെ അശ്രദ്ധയായിട്ട് പോയാലും മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുള്ളൂ. അല്ലാണ്ട് ഇത് അനങ്ങൂല. ഇത് ഒരു കാരണവശാലും ബോംബൊങ്ങൂല. അപ്പൊ എന്തായാലും ഇത് മറ്റേ ലൈസൻസ് എത്രയും പെട്ടെന്ന് കിട്ടാൻ നമുക്ക് ഇപ്പൊ എനിക്ക് എല്ലാവരുടെയും ഇപ്പൊ ചാനലുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടി എനിക്ക് അധികാരികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഞാൻ പോയി ഇതിന് നമ്മൾ ടൂറിസത്തിനെ നമുക്ക് മറ്റേ ബോൾഗാട്ടി, കടമക്കുടി ടൂറിസം നല്ലൊരു ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കണേണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇതേപോലത്തെ ഒരു 10 എണ്ണം ഇറക്കണമെന്നുള്ളൊരു, ഞാൻ മരിക്കണതിന് മുമ്പ് ഒരു 10 എണ്ണം ഞാൻ ഈ ബോൾഗാട്ടി, കടമക്കുടിക്ക് ഇറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൂടി സർക്കാരും കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു 10 സീപ്ലെയിൻ നമ്മുടെ ടൂറിസത്തിന് വേണ്ടി ഞാൻ ഇറക്കും. കുറച്ച് പേർക്ക് അതിൽ നിന്നൊരു തൊഴിൽ കിട്ടും. അപ്പം എനിക്കും അതിനകത്തുനിന്ന് ജീവിക്കാനുള്ള മാർഗമാവും, എൻ്റെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കണ പണിക്കാർക്ക് ഒരു ഇതുമാവും. ശരിക്കും ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ സേഫ്റ്റി, ഫുൾ എൻജോയ്മെന്റ്. നമ്മ 10 മണിക്ക് ഭക്ഷണം, ഉച്ചക്ക് ഭക്ഷണം, അങ്ങനെയുള്ള ഒരു മെത്തേഡിൽ ഞാൻ ഉണ്ടാക്കാനുള്ള ഇതാണ്. ഇതൊരു ഡെമോയാണ്. ഇനി ഏത് മോഡലും അതിനകത്തൊരു കിച്ചൺ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി ടൂറിസ്റ്റുകളെ കയറ്റി പോകാനുള്ള ഒരു പരിപാടി. എന്തായാലും ചേട്ടൻ്റെ സ്വപ്നം എന്തായാലും അധികാരികൾ കേൾക്കട്ടെ. ഇങ്ങനെയുള്ളൊരു ഒരുപാട് എത്ര 10 എന്നല്ലേ പറഞ്ഞേ? 10 ഇവിടെ തന്നെ ഇറക്കിയിട്ട് ഒരുപാട് ടൂറിസവുമായി ബന്ധപ്പെട്ട് അടിപൊളിയാകട്ടെ. ചേട്ടാ എല്ലാവിധ ആശംസകളും നേരുന്നു.